ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ജനങ്ങളാകെ ഒരു നിലപാടിൽ എത്തിക്കഴിഞ്ഞ സമയമാണിത്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൊട്ട് ആരംഭിച്ചപ്പോൾ തന്നെ ജനങ്ങൾ ഏറെക്കുറെ നിലപാടിലെത്തിയിരുന്നു. വികസനത്തിൻ്റെ സ്പർശമേൽക്കാത്ത ഒരു പ്രദേശവുമില്ല, വികസനത്തിൻ്റെ സ്വാദറിയാത്ത ഒരു കുടുംബവുമില്ല. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ് ഇന്ത്യ. അത്തരമൊരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു സംസ്ഥാനമായ കേരളത്തിന് അതിദാരിദ്ര്യമുക്തമാകാനായത്? ലോകത്ത് അത്യപൂർവ രാഷ്ട്രങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ കേരളത്തിന് സാധിച്ചു എന്നതാണ് ലോകം അത്ഭുതത്തോടെ നോക്കുന്നത്. അങ്ങനെ ഓരോ കുടുംബത്തെയും അതിദാരിദ്ര്യമുക്തമാക്കി 64,006ാമത്തെ കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് കേരളം പ്രഖ്യാപിച്ചത് സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നത്. അവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ട് LDF എന്ന് ചോദിക്കുന്നില്ലേ? ഇതെല്ലാം കൊണ്ട് തന്നെ LDF എന്നത് ജനങ്ങൾ അതുകൊണ്ട് തന്നെ മറുപടി പറയുകയാണ്. പാവപ്പെട്ടവരോട് അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്ന അവസ്ഥ. ഇതൊരു ഭാഗം. നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ഇവിടെ പ്രധാന തടസ്സമായിരുന്നത് വരുമാനമാണ്, സാമ്പത്തിക ശേഷിയാണ്. നമ്മുടെ ഖജനാവിന് അത്രത്തോളം ശേഷിയില്ല. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ അതിനു പറ്റിയ സാമ്പത്തിക സ്രോതസ്സുകൾ. അപ്പോൾ ഖജനാവിന് പുറത്ത് സമാന്തരമായൊരു സാമ്പത്തിക സ്രോതസ്സുകൾ. അങ്ങനെയാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബിയെ പുനർജീവിപ്പിച്ചപ്പോൾ എന്തെല്ലാം വിമർശനങ്ങളായിരുന്നു! പരിഹാസം, പുച്ഛം, ആളുകളെ പറ്റിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപം, എവിടുന്ന് പണം കിട്ടാനാണ് എന്ന ചോദ്യം. പക്ഷേ നാം അന്ന് പറഞ്ഞിരുന്നത് 2021 5 വർഷം കേരളത്തിൽ 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം നടപ്പാക്കുമെന്നായിരുന്നു ഈ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച്. 21 50 അല്ല 62,000 കോടി. ഇപ്പോൾ 1,10,000 കോടി രൂപയുടെ പദ്ധതികളാണ്. നാട് കാണുന്ന വികസനമില്ലേ? നമ്മളൊരു 50-60 വർഷം കാത്തു നിന്നാൽ പോലും നടപ്പാകാൻ പ്രയാസമുണ്ടായിരുന്ന പദ്ധതികളല്ലേ നാട്ടിലാകെ നടപ്പായിട്ടുള്ളത്. നാട്ടിലുള്ള റോഡുകൾ, പാലങ്ങൾ, ഓവർബ്രിഡ്ജുകൾ, ഫ്ലൈ ഓവറുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ, മറ്റൊട്ടേറെ പദ്ധതികൾ, നാഷണൽ ഹൈവേ നടപ്പാക്കാൻ കൊടുത്ത 5,640 കോടി എല്ലാം കിഫ്ബിയിലൂടെയല്ലേ. ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ, രണ്ടിനും കൂടി 10,000 കോടി, വേറൊരു 10,000 കോടി നമ്മുടെ വൈദ്യുതിയിലെ ട്രാൻസ്മിറ്റ് പദ്ധതിക്ക്. ഇതെല്ലാം കിഫ്ബിയിലൂടെയല്ലേ. എന്തൊരു മാറ്റമാണ് നാട്ടിലുണ്ടായിട്ടുള്ളത്!
ഒരു അതിശയോക്തിയല്ലോ. 50 60 വർഷം കാത്തു നിന്നാൽ പോലും നടക്കാതിരുന്ന പദ്ധതികളല്ലേ ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത്.